ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇസ് മീ സിജെ. നമ്മൾ കളിക്കാൻ പോകുന്നത് ബാത്ത് ഹൗസിൻ്റെ പാർട്ട് 4 വീഡിയോ ആണ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പാർട്ട് 4 അല്ല, പാർട്ട് 5 വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ഡേ 4 ആണ് കളിക്കുന്നത്. ഡേ 2, ഡേ 1, ഡേ 3 പിന്നെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്ന് അതൊക്കെ കളിച്ച് കഴിഞ്ഞായിരുന്നു. അതൊക്കെ പോയി കണ്ട ആൾ സ്റ്റോറിയുടെ കണ്ടിന്യൂഷൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്ന് കളിക്കുന്ന ഡേ 4 ആണ്. എന്താണെന്ന് അറിയാൻ പാടില്ല. അവസാനമാണ് ഗൈസ്. നമ്മൾ അപ്പൂപ്പൻ്റെ എന്തോ ഒരു പണി കൊടുക്കണതാണ്. പ്രീസ്റ്റ് നമ്മുടെ വീട്ടിലൊക്കെ വന്നായിരുന്നു. ഓക്കെ, അണ്ടർഗ്രൗണ്ടിൽ പോണ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പം തന്നെ പാർട്ട് 3 ആണുള്ളൂ. എന്നാലും കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. ഐ ജസ്റ്റ് സ്റ്റാർട്ട് ദിസ് ജോബ്. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ കണ്ടിന്യൂ എനിമോർ. ഐ വാണ്ട് ടു ക്വിറ്റ്. അപ്പം നമ്മളിപ്പോൾ ജോലി തീർത്തണമെന്ന് ലാൻഡിലോട്ട് വന്നതാണ്. അപ്പൂപ്പൻ വന്നതാണ്. പക്ഷേ നമുക്ക് ആ പുള്ളിക്കാരോട് മിണ്ടണ്ടെന്നാണ്. ഐ റിയലി ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു ഹിം എനിമോർ എന്നാണ്. എന്താ പറയാൻ നമ്മൾ കാണാൻ വേണം. ഓക്കെ, അത് പ്രീസ്റ്റ് തന്നെ. ഓൾറെഡി പാർട്ട് 3 അവസാനം ഇട്ടിട്ടുണ്ടെന്ന്. പ്രീസ്റ്റ് നമ്മൾ വിളിക്കണം. ഓക്കെ, മൈനസാൻ നമ്മളോട് വരാൻ പറഞ്ഞു. നമ്മൾ കളിച്ച് കണ്ടാണ്. ഓക്കെ, നമ്മളെവിടെയാണ്? ഇപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അപ്പൂപ്പൻ്റെ നമ്മുടെ ബാത്ത് ഹൗസിലേക്ക് പോയാണ്. പക്ഷേ ബാത്ത് ഹൗസിലേക്ക് പോകുമ്പോൾ നമ്മുടെ എന്തായിരുന്നു, ബാത്ത് ഹൗസിലേക്ക് പോയി കഴിഞ്ഞിട്ട് പ്രീസ്റ്റ് നമ്മുടെ അടുത്തെന്ന് പറഞ്ഞ എന്തൊരു കാര്യമുണ്ട്. അപ്പം സീക്രട്ടാണ്. അതറിയണമെങ്കിൽ നീ ബാത്ത് ഹൗസിൻ്റെ ബേസ്മെൻറ്റിലേക്ക് പോകാനാണ് പറഞ്ഞത്. ബാത്ത് ഹൗസിന് ഒരു ബേസ്മെന്റ് ഉണ്ട്, അങ്ങോട്ട് പോകാനാണ് പറഞ്ഞത്. എൻ്റെ സിസ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലും കണ്ടുപിടിച്ചാണ്. ഓക്കെ, നമ്മുടെ പേരെന്താ? നമ്മുടെ പേര് മൈന ഇറന. പക്ഷെ എറനാന്ന് കൊടുത്തിട്ടുണ്ടാകുന്ന എനിക്കറിയാൻ പാടില്ല. നമുക്ക് നോക്കിയാലോ. ഇറ്റ്സ് എറന. സോ യു ആർ ദ എറന. പ്രീസ്റ്റ് റൂം 1-2 താമസിക്കണത്. പക്ഷെ നമ്മൾ എറനാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എന്തോ അത്ഭുതപ്പെട്ട പോലെ കാണിക്കണ്ട കേട്ടാ. നിങ്ങളാണ് എറിഞ്ഞ എന്നൊക്കെ പറഞ്ഞ് പ്രീസ്റ്റ് ലിവ്സ് 102ാമത്തെ ഇവൻ വാണ്ടിടാണല്ലോ. അപ്പൊ ഇവനെ പ്രീസ്റ്റിന്റെ റൂമിലാണ് താമസിക്കണം കേട്ടോ. എന്തെങ്കിലും സ്ട്രേഞ്ച് ആയിട്ട് സംഭവിക്കുകയാണെങ്കിൽ ഇവന്റെ റൂമിലേക്ക് വരാനാണ് പറഞ്ഞത്. ഇവന് ഉറപ്പായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഈ സംഭവം നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞോ. സംസാരിക്കണം. നമുക്ക് ബാത്തസിലേക്ക് അയാളെ കണ്ടിട്ട് എന്ത് പോലെ കേട്ടോ. ഓക്കെ, ഇതാണ് ബാത്ത് ഹൗസ്. നമുക്കിപ്പോ ബേസ്മെന്റിലേക്ക് പോകണം. എന്താ പറയാ, പക്ഷെ അപ്പൂപ്പൻ നമ്മൾ ക്രൗച്ച് ചെയ്ത് വേണം. അതുകൊണ്ട് അപ്പൂപ്പൻ കേൾക്കുക. പിടിച്ചടാ. ശരി, നമ്മളെ പിടിച്ചു കേട്ടാ. ഓക്കെ, നമുക്ക് എന്തോ ഓപ്ഷൻ കണ്ടു. പക്ഷേ ഇത് മറ്റേ കസ്റ്റമേഴ്സ് വന്നതിന് ഒരു വല്ലാത്ത ശബ്ദം കേട്ടോ. കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്നെന്ന് അറിയിപ്പിക്കാൻ വേണ്ട ശബ്ദം. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയി അപ്പൂപ്പൻ നമ്മളെ പിടിക്കും. അപ്പൂപ്പൻ്റെ ശ്രദ്ധ മാറ്റാനായിരിക്കും. അപ്പൂപ്പൻ പോയി കേട്ടാ.
ഓക്കെ, ഇത് തന്നെയാണെന്നോ? അവിടെയൊന്നും ആയിട്ട് റൂമൊന്നുമില്ല. ഇവിടെ വുമൺസിൻ്റെ അങ്ങോട്ടുള്ളു. ഇതൊക്കെ അടച്ച്. അത് ശരിക്കും ഇവിടുന്ന് ഒരു റൂം കാണാം. ഇവിടെ തുറന്നടാ. ഓ, ഇതാണ് ബേസ്മെന്റ്. നമുക്ക് പെട്ടെന്നോ. എനിക്ക് പേടിയാകാനുണ്ട്, നല്ല പേടിയാകുന്നുണ്ട്. നമ്മൾ ബേസ്മെന്റിന്റെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതെന്താടാ, പ്രിസണോ? ഇവിടെ ആരാണ്ട് ചീത്ത സ്മെല്ലെന്ന്. ആരാണ്ടിനോടൊക്കെ കിടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൂപ്പനാണ് ഇവിടെ കിടത്തിയെന്ന് പറഞ്ഞാൽ. ആരാണ്ടിനെ പിടിച്ചിവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഓ, ഈ തലോണേൻ്റെ ഉള്ളിൽ നിന്നാ ശബ്ദം കേട്ടോ. ഇവിടെ എന്താണ്? ഞാൻ വെറുതെ പിടിച്ചിവിടെ നിൽക്കിയതാ. ഒന്നുമില്ല. ഓ, ഇവിടെ നമുക്ക് എന്തോ കിട്ടി കേട്ടോ. അതേ കാണണ്ട, അതൊന്നുമില്ല. ഇതെന്ത് ചെയ്യാനാ? ഓക്കെ, ഇവിടെ നമ്മളത് കീറി കേട്ടാ. സിറ്റുവേഷൻ my belly, it is alive. Even in this situation I will not let you die, no matter what. I promise to protect you, my beloved, my baby. We do my best, so do your best too. I'm sorry, I will not let them do as them please. Okay, എടാ അപ്പം എന്നടാ, ഞാൻ ആരും ഡോർ തുറന്നു. അതിന് ശബ്ദം കേട്ടായിരുന്നു. ഇവിടെ ആരണ്ടിനെ കിടത്തിച്ച പ്രീസ്റ്റ് ഇവിടെ എന്താണെന്നറിയും. ഇവിടെ ആരണ്ടിനെ കിടത്തിച്ച അവര് പ്രഗ്നന്റ് ആയിരുന്നു. അവരുടെ കൊച്ചിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. നമ്മൾ വന്നു കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു വുമണിനെ തടവിലിട്ട് വെച്ചു. ബേസ്മെന്റിന്റെ അടിയിലാണ് അവർ ലോക്ക് ഇട്ടിട്ട്. ആ വുമൺ പ്രഗ്നന്റ് ആയിരുന്നു കേട്ടോ. ആ പ്രഗ്നന്റ് ആയ കാര്യം ലാൻഡിലൂടെ അപ്പൂപ്പനെ അറിയാൻ പാടില്ലായിരുന്നു. അവര് കൊച്ചുണ്ട, പക്ഷെ അവര് ട്വിൻസ് ആയിരുന്നു. കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോ അവര് മരിച്ചു കേട്ടോ. ഒരു 24 വയസ്സ് ഓൾഡായിരുന്നു. 24 വയസ്സേ ഉള്ളൂ. നമ്മുടെ അതേ വയസ്സൊന്നും. ടോറു ആൻഡ് എറൻ. ആ എറൻ എന്നുള്ള പേരോട് ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓർഫണേജിൽ എന്നിട്ട് അവരാക്കിട്ടാ. ആ തടവിലിട്ടേച്ച വുമണില്ല, അവരുടെ പേര് യോക്കോ എന്നായിരുന്നു. ചൈൽഡ് ഓഫ് യോക്കോ ജസ്റ്റ്. എന്നിട്ട് യോക്കോന്റെ 2 മക്കളും വന്നെന്ന് തോന്നുന്നു. ആരാന്നറിയാമോ? ആരോ വില്ലേജിലേക്ക് തിരിച്ചു വന്നെന്ന്. യോക്കോ ചൈൽഡ് came back. വന്നോണ്ടാ എടാ, നമ്മളാണ് എറന. നമ്മുടെ ഒറിജിനൽ പേരാണ് എറനെന്ന്. ഓ, നമ്മൾ ഓക്കെ. നമ്മളോട് നേരത്തെ പറയണ്ടായിരുന്നു. പ്രീസ്റ്റ് കണ്ടായിരുന്നു നമ്മൾ വർക്ക് ചെയ്യണത്. എനിക്ക് ഉബ്യൂമെന്ന് എനിക്ക് തോന്നണ് വല്ല പ്രേതോ ആത്മാവ് അങ്ങനെല്ലാം പ്രേതമായി മാറിക്കാണോ, അങ്ങനെ ആയിരിക്കും അതിൻ്റെ അർത്ഥം. എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല.
ഓക്കെ അങ്ങനെ നമ്മുടെ യോക്ക് അമ്മയാണെന്ന് ഇപ്പോൾ പറയണത്. അമ്മ പ്രേതായ അമ്മ അങ്ങനെ ലാൻഡിലുള്ള അപ്പൂപ്പനെ ഹണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ഹണ്ട് ചെയ്യാൻ തുടങ്ങാതിരിക്കാൻ അതിനൊരു വേറെ ഒരു ഇത് എങ്ങനെ വെച്ചാൽ അതിനൊരു സാക്രിഫൈസ് ചെയ്യണം. വെച്ചാൽ അതിന് നമ്മുടെ കൊച്ച് എന്ന് വെച്ചാൽ ഈ പ്രേതത്തിൻ്റെ കൊച്ചിനെ കത്തിക്കണം. അങ്ങനെ കാശ് എന്ന് പറയുമ്പോൾ നമ്മളല്ലേ അതിന് കൊച്ച്, നമ്മളാണ് കൊച്ചെന്നറിയോ. ഇപ്പൊ റീസണിന് അതാണ് ലാൻഡിലോഡിന്റെ പ്ലാൻ എന്ന്. എടാ ആ വാണ്ടഡ് പോസ്റ്റർ എന്താ വെച്ചാൽ നമ്മുടെ അടുത്തൊന്നും അറിയില്ല. നീയാണ് ഏറെന്നൊക്കെ ചോദിച്ചു, നമ്മുടെ പേരെന്നാന്നൊക്കെ ചോദിച്ചില്ലേ. എടാ അവനാടെ നമ്മുടെ ചേട്ടൻ അനിയൻ ആരുണ്ട് ടോറു ഒക്കെ. അവൻ ഈ കാര്യത്തിനെ കുറിച്ചൊക്കെ അറിയാട്ടാ. സാക്രിഫൈസ് ആണപ്പാ. ഇവിടുന്ന് ഓടി രക്ഷപ്പെടാനാ ലാൻഡ് നമ്മുടെ അപ്പൂപ്പൻ കണ്ടുപിടിക്കണം. ഇവിടുന്ന് രക്ഷപ്പെട്ടു. എനിക്ക് വരാൻ പറ്റണില്ല. ടൂറിസ്റ്റിന് എന്നെ കൂടി കൊണ്ടുപോകാം. ഇവിടെ എനിക്ക് പോകാൻ പറ്റിയില്ല. ടൂറിസ്റ്റ് ഓടിപ്പോയി. പക്ഷെ ഇനി എന്താവും അറിയാൻ പാടില്ല ഗൈസ്. വീഡിയോ ആണ് ഇപ്പോൾ തന്നെ പോയി ചാനൽ പോയി സബ്സ്ക്രൈബ് കേട്ടോ, മസ്റ്റാണ്. പേടിയാണ് കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യോ ഒരു പിടുത്തമില്ല. നമ്മൾ മേലേക്ക് കയറി ബേസ്മെന്റിൽ നിന്ന് ഇറങ്ങി. ഓടിക്കോ നീ ഓടിക്കോ. നമ്മളെന്തോ നോക്കിക്കൊണ്ടിരിക്കും. കൊമ്മള വെള്ളത്തിൽ അപ്പം പിടിച്ചോ നമ്മളാ. പക്ഷെ അത് നോക്കാൻ പോയതാ പ്രശ്നമായി പോയെന്നു. എന്തിനാ അത് നോക്കാൻ പോയ? വേറെ ഓപ്ഷൻ കാണിച്ചില്ല, അതാണ് നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ എന്താടാ ഇത്? ഇത് കണ്ടോ കയ്യൊക്കെ വന്ന് നടക്കണം. ഇത് സമയം ഇതെന്താണ് ഒരു പിടുത്തില്ല. നമുക്ക് പോവാടാ. നമ്മൾ പോയി കേട്ടാ വെള്ളത്തിൽ. അതൊരു വല്ലാത്ത ജംസ്കാരം. അപ്പൂപ്പൻ നമ്മളപ്പൂപ്പനെതിരെ ചോടി കേട്ടാ. അപ്പൂപ്പൻ ബാക്കിലുണ്ട്. തിരിഞ്ഞു നോക്കണ്ട. അപ്പൊ നമ്മള് മറ്റേ നമ്മുടെ അനിയന്റെ അപ്പാർട്ട്മെന്റിലേക്ക് തുറക്കണില്ലടാ. അപ്പൂപ്പനെ കരാട്ടെ നമ്മള് മലത്തിട്ടാ. ഇത് നമ്മളൊക്കെ ഇടത്തിയിട്ട് കൊണ്ടുപോടാ. അതേടാ കത്തിക്കാൻ കൊണ്ടുപോണ്ടാ. ഇവിടെ നമ്മൾ മറ്റേ ബോയിലർ റൂമിലിട്ടാടാ കത്തിക്കണ. പിന്നെ അനിയൻ എന്തായി പറഞ്ഞ അനിയനാ വേണ്ടാ ഇട്ടാ നമ്മളേക്ക് കിടക്കണേന്ന് തോന്നുന്നു. അപ്പം വിറക് കത്തിക്കാട്ടാ. ഒരു ബാഡ് എൻഡിങ് ആയിപ്പോയി. നമുക്ക് തോന്നാൻ നമ്മൾ ഇറങ്ങാന്ന് വെള്ളം ഒഴിച്ചത് വെള്ളമല്ല മണ്ണെണ്ണ ഏതാണ്ട് ഒഴിച്ചത്. അപ്പൂപ്പൻ കത്തണ്ട. അയ്യേ അപ്പൂപ്പൻ നമ്മൾ ആരോടെ വലിച്ചോണ്ടു എന്നിട്ട് ഓർവാ നമ്മുടെ അനിയനാണ്. അപ്പൂപ്പൻ ചത്ത്. യെസ് അപ്പൂപ്പനെ കൊന്നു. ഇയാടെ നമ്മുടെ അനിയൻ. ഞാൻ ചോറ് പറയട്ടെ. നമ്മളവിടെ ഡോറിന്റെ അവിടെ ചെന്നപ്പോ തുറന്നു.俺に双子の妹がいるって知った時は驚いたけど、案外兄弟がいるっていいもんだな。まだ実感はないけど。പിന്നെ ആ ബാത്ത് ഹൗസിലേക്ക് കത്തിച്ചിട്ടാ വന്നേന്ന് തോന്നുന്നു.
半月前くらいに神主から連絡があったんだ。അപ്പോൾ ഇവരും നമ്മൾ ഒരേ ഓർമ്മയിലല്ലായിരുന്നോ? എന്നിട്ട് ഇവൻ നമ്മളെ കണ്ടില്ല. മഴയും അതിനുണ്ടോ? ഓക്കെ. കഴിഞ്ഞ ഇച്ചിരി മുമ്പ് ഇച്ചിരി മാസങ്ങൾക്ക് മുമ്പ് ഇവനായിരുന്നു പ്രീസ്റ്റായിട്ടില്ലാത്തതിനൊരിത്. പ്രീസ്റ്റാറിന് നമ്മൾ ഇതായി യോക്കോ നമ്മുടെ അമ്മയെ കുറിച്ച് അവനോട് പറഞ്ഞായിരുന്നു. പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ഇതാണല്ലേ 24 വയസ്സ് കൊല്ലെന്നൊക്കെ പറയുമ്പോ 全部教えてもらったよ。呪いの解き方を知って、これが俺のやるべきこと、俺の使命だと思ったんだ。ഇവനും നമ്മുടെ അനിയനെ, ഇവൻ നമ്മുടെ യോക്കുവിന്റെ മോനല്ലേ? യോക്കുവിന്റെ മക്കളെ ആരെങ്കിലും ഒരെണ്ണത്തിന് സാക്രിഫൈസ് ചെയ്താൽ യോക്കോടെ കേസ് പോകുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ അമ്മയുടെ ആത്മാവ് അങ്ങനെ പോകുള്ളൂ, വിട്ടു പോകുള്ളൂ എന്നൊക്കെ പറയാം. だから俺はここにいる。神主に呼ばれたからじゃない。 അതുകൊണ്ടാണ് ഇവന് വില്ലേജ് ഇരിക്കണം. 俺の意志でこの村に来たんだ。まさか妹に会えるとは思ってもなかったけどな。巻き込んじまってごめん。最後に会えてよかったよ。സോറി നമ്മൾ. ഇവിടെ അവനിപ്പോ പാവടാ. നമ്മളെ പോസ്റ്റർ കണ്ടപ്പോ നമ്മള് വേറെ എന്താ വിചാരിച്ചു. പോസ്റ്റർ അങ്ങനെയൊക്കെ ഇരുത്തിയത്. പോസ്റ്ററെ പൊട്ടിച്ചാരണാവും. あ、そうだ。 നമുക്ക് എന്താ തന്നെ ഉണ്ട് കേട്ടാ. എന്ത് തന്നെ? これ渡しとくよ。じゃあそろそろ行かないと。 എന്തോ സാധനം തന്നു കേട്ടാ. എന്താ പറയാ? ഓങ്കിയാന്നെന്തോ. അവൻ പോയാടാ, പാവടാ. ശരി ബാടാ. സാക്രിഫൈസ് എന്താണല്ലേ? തീയിലൊക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. നിങ്ങൾ അവന് വേണ്ടിയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇവിടെ പോലീസൊക്കെ വന്നാളോ? പോലീസ് ആംബുലൻസ് അല്ലല്ലോ. ഇതെന്താണ്? എന്താണ് ഇതിന്റെ പേര്? അയ്യോ മറന്നു. あなたが言うには幽霊お化けがあの銭湯に取り付いていて、 സ്പിരിറ്റിന്റെയും കോസിന്റെയും കാര്യം ഈ ബാത്തോസിനുണ്ടെന്നൊക്കെ പോലീസ് അറിഞ്ഞു. その呪いを終わらせるためには生贄が必要だったとは。 എന്ത് ചെയ്യാനാണ് പോലീസ്? ചേട്ടൻ അനിയൻ ആരാണെന്നൊന്നും പറഞ്ഞില്ല. അല്ല, എൻ്റെ അനിയൻ എന്ന് വേണം പറയാം. അനിയാ ചേട്ടൻ എന്ന് പറയാം. എൻ്റെ ഇരട്ട സഹോദരൻ, എൻ്റെ സഹോദരൻ പോയി സാക്രിഫൈസ് ചെയ്തു. トールさんはその生贄になった。 അതിന് ടോർസ് そういうことですね。 കറക്റ്റ്. ഞങ്ങളോട് ആര് പറഞ്ഞെന്ന് അറിയാൻ പാടില്ല. എനിക്ക് നല്ല പ്രീസ്റ്റ് കാണാൻ പറഞ്ഞു. 誰がそんな അടിപൊളി ഗെയിമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടിപൊളി അടുത്ത അടിപൊളി ഗെയിമായിട്ട് ഞാൻ തന്നെ ആയിരിക്കും. അടുത്തൊരു അടിപൊളി ഗെയിം, ഹൊറർ ഗെയിം നമുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബൈ.